ഹലോ ഹലോ, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. ഒരു 2-3 ആഴ്ച പനി പിടിച്ച് കിടപ്പായിപ്പോയി. ഇപ്പോൾ ഒന്ന് പിക്കപ്പായി വരുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഡിന്നറിന് മുട്ടക്കറി ഉണ്ടാക്കി. അത് പൊറോട്ടയും കൂട്ടി കഴിച്ചു. പൊറോട്ട നമ്മളുണ്ടാക്കിയതല്ല, ഫ്രോസൺ പൊറോട്ട ഇവിടെ നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ചൂടാക്കി പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിന് അതിനെ അടിച്ച് പരത്തി ഈ കറിയും കൂട്ടി കഴിച്ച്. ബാക്കി വന്ന മുട്ടക്കറി ഞാൻ ഈ പാത്രത്തിൽ നിന്ന് വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചപ്പോൾ ഒരു കൊതി. നല്ല ചൂട് ചോറ് ആ പാത്രത്തിനകത്തിട്ടങ്ങോട്ട് വിരവി 2-3 പിടി പിടിച്ച് അങ്ങോട്ട് കഴിക്കുക. ആലോചിച്ചപ്പോൾ തന്നെ വായിൽ കപ്പലോടി. പക്ഷേ അനീഷക്ക അടുത്ത് പറഞ്ഞപ്പോൾ രാത്രി ചോറ് കഴിച്ച് ഷുഗർ കൂട്ടണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശം. പക്ഷേ ആസ് യൂഷ്വൽ അവസാനം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ചോറ് ചൂടാക്കി കൊണ്ടുവന്ന് തന്നു. ആദ്യം ഒരു റൗണ്ട് ചോറിട്ട് വിരവിയപ്പോൾ എനിക്ക് തോന്നി കറി കുറച്ച് കൂടുതലല്ലേ. അപ്പം നമ്മൾ പഴയ ഫിലോമിനയുടെ ഡയലോഗ് ഓർമ്മിച്ചിട്ട് കറി കൂടിപ്പോയെങ്കിൽ കുറച്ചുകൂടെ ചോറിടാം എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ ചോറിട്ട് വിരവി. പക്ഷെ എന്തോ ഞാനതിനെ മിക്സ് ചെയ്ത് ഉരുള പിടിക്കാൻ നോക്കിയിട്ട് അങ്ങോട്ട് ഉരുള ശരിയായിട്ട് വരുന്നില്ലായിരുന്നു. പ്രോപ്പറായിട്ടുള്ളൊരു ഉരുളയായിട്ട് കിട്ടുന്നില്ലായിരുന്നു. നാട്ടിൽ ഉമ്മച്ചിയൊക്കെ വിരവി തരുമ്പോൾ നല്ല കറക്റ്റ് ഉരുളയായിട്ട് കിട്ടും, നമ്മുടെ വായിലേക്ക് കറക്റ്റായിട്ട് വെച്ച് തരാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ പറ്റിയിരിക്കുന്നതാണ് തോന്നുന്നു. എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ടേസ്റ്റ് അപാരമായിരുന്നു. നിങ്ങളാരെങ്കിലും ഇതുപോലെ ചോറ് നമ്മൾ കറി ഉണ്ടാക്കിയ പാത്രത്തിനകത്തിട്ട് വിരവി കഴിക്കാറുണ്ടോ? അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ആ എണ്ണയും ആ മസാലയെല്ലാം ഈ പാത്രത്തിൻ്റെ സൈഡിൽ ഇരുന്ന് ആ ചൂടൊക്കെ നല്ലപോലെ കിട്ടിയിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ്, ഒരു സ്മോക്കി ഫ്ലേവറും എല്ലാം വരും. അതുകൊണ്ടായിരിക്കാം നമ്മൾ ആ പാത്രത്തിലേക്ക് ചൂട് ചോറിട്ടിട്ട് വിരവി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ല അറിയുമോ ഇങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ടേസ്റ്റ്? ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. അതുകൊണ്ട് ഞാനും ഇക്കായി നല്ലപോലെ കഴിച്ചു.